ആനന്ദ് ശ്രീബാല സിനിമ കണ്ടു, ഒത്തിരി ഇഷ്ടമായി. നമുക്കറിയാം, പ്രിയപ്പെട്ട സംവിധായകൻ വിനയൻ, അദ്ദേഹത്തിൻ്റെ മകൻ വിഷ്ണു വിനയാണ് ആനന്ദ് ശ്രീബാല എന്ന സിനിമ ഒരുക്കിയിരിക്കുന്നത്. അതിന് തൂലിക ചലിപ്പിച്ചത് നമുക്കറിയാം, മലയാളത്തിൽ എണ്ണമറ്റ മനോഹരമായ ചിത്രങ്ങൾ ഒരുക്കിയ മാളികപ്പുറത്തിൻ്റെ കൂടി രചയിതാവായ ശ്രീ അഭിലാഷ് പിള്ളയാണ്. അതുപോലെ രഞ്ജിൻ രാജ് തന്നെയാണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് എനിക്കൊരു നഷ്ടബോധമുണ്ട്. കാരണം ഈ സിനിമയിൽ അഭിനയിക്കുവാൻ ഒരവസരം എന്നെ തേടിയെത്തിയതാണ്. പക്ഷേ ആ സമയത്ത് എനിക്ക് മസ്കറ്റിൽ ഒരു ഷോയ്ക്ക് പോകേണ്ടിയിരുന്നുകൊണ്ട് എനിക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും മനോഹരമായ ഒരു നല്ല വേഷം എനിക്ക് നഷ്ടപ്പെട്ടു. ആ നഷ്ടബോധം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് സിനിമ കാണുവാൻ ഞാൻ കയറിയത്. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഞാനിരുന്ന് കണ്ട ആ നിമിഷങ്ങളൊക്കെ ഒരു ടെൻഷനിലായിരുന്നു ഞാൻ. കൊച്ചിയിലെ ഏറ്റവും പ്രമാദമായ ഒരു കേസ്, ഒരു സംഭവകഥയെ അധികരിച്ചുകൊണ്ടാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. മിഷേൽ എന്ന പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആത്മഹത്യയാണെന്ന് പോലീസ് ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന എങ്ങുമെത്താൻ നടക്കുന്ന ഒരു കേസ്, അതിനെ അധികരിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ മിഷേലിന്റെ കഥയുടെ ഒരു മൂലകഥ മാത്രമേ ഉള്ളെങ്കിലും സിനിമയ്ക്ക് വേണ്ടി ഒരുക്കുന്നത് വേറൊരു കഥ തന്നെയാണ്. വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള പോക്കുകളാണ്. നമുക്കൊരിക്കലും ട്വിസ്റ്റുകൾ മനസ്സിലാവില്ല. ആരായിരിക്കാം പ്രതിയെന്ന് നമുക്ക് തന്നെ സംശയം ഉണ്ടാക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഓരോ കഥാഗതികളും പോയിക്കൊണ്ടിരിക്കുന്നത്. പേഴ്സണലി അതിലെ മെറിൻ ജോയ്, മിഷേലിന്റെ സിനിമയിലെ പേര് മെറിൻ ജോയ് എന്നാണ്. എൻ്റെ മകളുടെ പേരും ആൽഫിയ മെറിൻ ജോയ് എന്നാണ് അവളുടെ ബാപ്റ്റിസം നെയിം. ആൽഫിയ എൻജോയ് എന്ന ഒറിജിനൽ നെയിമെങ്കിലും മെറിൻ ജോയ് എന്ന് കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് എൻ്റെ ഉള്ളൊന്ന് കാളി. കാരണം എനിക്കും ഒരു മകളാണ്. ഒരു പിതാവിൻ്റെ ഹൃദയവേദനയോട് സിനിമ കണ്ടപ്പോൾ ഇമോഷൻസ് ഒക്കെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. കാരണം മകളെ നഷ്ടപ്പെട്ട അച്ഛൻ്റെ അമ്മയുടെയും വേദന, എങ്ങനെയായിരിക്കും ആ കുട്ടി മരിച്ചത്, എന്തിനായിരിക്കും ആ കുട്ടിയെ കൊന്നത് എന്നുള്ള ചിന്തയൊക്കെ നമ്മളെ വല്ലാതെ ഫീൽ ചെയ്യിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. അർജുൻ അശോകനും ഒപ്പം തന്നെ പ്രിയപ്പെട്ട സൈജു കുറുപ്പും അവരുടെ വേഷങ്ങൾ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അസീസുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. എല്ലാവരെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. എല്ലാവരും അവരവരുടെ റോളുകളിൽ തിളങ്ങി എന്ന് തന്നെ പറയാം. അടുത്തുള്ള തിയേറ്ററുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾ, ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ തന്നെയാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും അഭിലാഷ് പിള്ളയ്ക്കും പ്രിയപ്പെട്ട വിഷ്ണുവിനെയും ആശംസകൾ നേരുന്നു. അർജുനും സൈജുവിനും ആശംസകൾ നേരുന്നു. നിങ്ങളുടെ സിനിമ സൂപ്പർ ഹിറ്റായിട്ട് പോകട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.